ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയ യുവതിക്കും യുവാവിനും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഒരു യുവതിയും യുവാവും ഈ ആറ്റിലേക്ക് ചാടുന്നത്. ഇതിലെത്തിയ ഒരു ലോറി ഡ്രൈവറാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പുലർച്ചെ ഏതാണ്ട് 5 മണി മുതൽ തന്നെ നെടുമുടി പോലീസും ഒപ്പം ഫയർഫോഴ്സും ഈ സ്ഥലത്തെത്തുകയും ഇവിടെ പരിശോധന ആരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെയും ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇപ്പോഴും ഇവിടെ ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത്തരത്തിൽ ആറ്റിലേക്ക് ചാടിയത് എന്നുള്ളത് വ്യക്തമല്ല. ആകെ 2 ലോറി ഡ്രൈവർമാരുടെ മൊഴി മാത്രമാണുള്ളത്. അവർ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ലോഡുമായി പോയ ലോറിയാണ്. ആ ലോറി ഈ പള്ളാത്തുരുത്തി പാലത്തിലേക്ക് പിന്നാലെ എത്തിയ ലോറിക്കാരൻ കാണുന്നത് അവർ ആ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. 5 മണി മുതൽ തന്നെ പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും അടക്കം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയോട് അടുക്കുകയാണ് സമയം. ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും 2 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 6 ആൾ താഴ്ചയോളം വെള്ളം ഇവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ, പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും സ്കൂബ ടീമും ഒക്കെ പറയുന്നത് അടിയിലേക്ക് ചെല്ലുമ്പോൾ ചെയറാണ്. അത്തരത്തിൽ മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ പോലും ചെയറിൽ പുതഞ്ഞു പോകാനുള്ളൊരു സാഹചര്യവും ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആരെയാണ് ഇത്തരത്തിൽ കാണാതായിരിക്കുന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയുമില്ല. നിലവിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ മിസ്സിംഗ് പരാതികൾ ഈ പ്രദേശത്തെങ്ങും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷനുകളിലും അത്തരത്തിലുള്ള മിസ്സിംഗ് പരാതികൾ ലഭിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇവരെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് ആരംഭിച്ച ഒരു തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള മറ്റ് വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ഇവർ വന്ന വാഹനമോ അല്ലെങ്കിൽ ഇവരുടെ ചെരുപ്പോ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ലോറി ഡ്രൈവർമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു വെള്ളമുണ്ടാണ് ആ യുവാവിൻ്റെ വസ്ത്രം. വെള്ളമുണ്ട്, ഒരു ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. യുവതി ഒരു ലൈറ്റ് കളറുള്ള ചുരിദാറാണ് ധരിച്ചിരുന്നതെന്ന് പറയുന്നു. 2 പേർക്കും ഏതാണ്ട് 30-35 വയസ്സിനിടയിലാണ് പ്രായം തോന്നിക്കുന്നത് എന്നുള്ളതാണ് ഈ ലോറി ഡ്രൈവർമാർ നൽകുന്ന ഒരു വിവരം. ഈ പാലത്തിൽ വഴിവിളക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോറിയുടെ വെളിച്ചത്തിൽ മാത്രമാണ് തങ്ങൾക്ക് ഇവരെ കാണാനായത്. വാഹനം പാസ് ചെയ്ത് പോകുന്നതിനിടയിൽ സെക്കൻഡുകൾ മാത്രം കണ്ട ഒരു കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ ആ ലോറി ഡ്രൈവർമാർ പറയുന്നത്. എന്താണെങ്കിലും തിരുവനന്തപുരത്ത് അവർ ലോഡ് ഇറക്കിയതിന് ശേഷം പോലീസ് തിരിച്ചു വിളിപ്പിച്ചതനുസരിച്ച് അവർ വീണ്ടും അല്പസമയങ്ങൾക്ക് മുൻപായി പള്ളാത്തുരുത്തി പാലത്തിലേക്ക് എത്തിയിരുന്നു. ഇവിടെ വെച്ചാണ് അവർ ചാടുന്നത് കണ്ടത് എന്നതടക്കം വളരെ കൃത്യമായി തന്നെ ലോറി ഡ്രൈവർമാർ പോലീസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആ ഒരു ഭാഗത്തും ഇപ്പോൾ സ്കൂബ ടീമും ഫയർഫോഴ്സും ഒക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇന്ന് തിരച്ചിൽ നടത്തി കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നാളെ വീണ്ടും തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.